ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ടി വി എസിൻ്റെ ജൂപ്പിറ്റർ ZX എന്ന് പറഞ്ഞ മോഡലുമായിട്ടാണ്. ഈ ഒരു മോഡലിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, കാരണം ഓൾറെഡി ഈ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കാര്യം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. പക്ഷേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ജൂപ്പിറ്റർ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭൂരിപക്ഷം പേർക്കും ഇതിലെ മീറ്റർ കൺസോൾ, നമുക്ക് ഡിജിറ്റൽ പ്ലസ് അനലോഗാണ് മീറ്റർ കൺസോൾ വന്നിട്ടുള്ളത്. ആ ഒരു ചെറിയൊരു പോർഷനാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ZX മോഡലിൻ്റെ ഒരു മീറ്റർ കൺസോൾ കാര്യങ്ങൾ ഡിജിറ്റലായിട്ട് ആ ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോളിൽ നമുക്ക് ടൈം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം എങ്ങനെയാണ് നമുക്ക് റീസെറ്റ് ചെയ്യണം, അപ്പോൾ ടൈം എന്തെങ്കിലും തെറ്റിയിട്ട് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ അറിയുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക. അറിയാത്തൊരു വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ടൈം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിജിറ്റൽ പോർഷനിൽ നമുക്ക് മീറ്റർ കൺസോൾ കാര്യങ്ങളിൽ ട്രിപ്പ് 1 ട്രിപ്പ് 2 ഓഡോമീറ്റർ അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിജിറ്റൽ പോർഷനിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഫ്യൂൽ ഇൻഡിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിജിറ്റൽ മീറ്റർ കൺസോളിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, മീറ്ററിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ ട്രിപ്പ് 1 ട്രിപ്പ് 2 ഓഡോമീറ്റർ കാര്യങ്ങൾ, ടൈം കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ കൺസോളിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ടൈം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് ആ സെറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് ആകെ ഇതിനകത്ത് ഒറ്റ സ്വിച്ചാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് സെറ്റ് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ മോഡ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനായിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് കാര്യമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്വിച്ചിൽ നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓഡോമീറ്റർ, അതുപോലെ ട്രിപ്പ് 1 ട്രിപ്പ് 2 കാര്യങ്ങൾ, പിന്നെ ഇതിനകത്ത് നമുക്ക് എക്കോ ആൻഡ് പവർ മോഡ് ഉണ്ട്. സോ എക്കോ മോഡ്, പവർ മോഡ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓഡോമീറ്റർ കാര്യങ്ങളിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ ഒരു സെലക്ട് ചെയ്യുന്ന സ്വിച്ചിൽ ലോങ് പ്രസ് ചെയ്യുക. സോ കുറച്ച് നേരം നിങ്ങളത് ലോങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടൈമിൻ്റെ പോർഷനിൽ നമുക്ക് ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇപ്പോൾ 6 എന്നുള്ള ബ്ലിങ്കായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോങ് പ്രസ് ചെയ്യാണ്ട് ജസ്റ്റ് അതിനകത്ത് ഞെക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 6, ഇപ്പോൾ 7, 8, 9 അങ്ങനെയുള്ള ടൈം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു 6ൻ്റെ പോർഷൻ ബ്ലിങ്കായി. ഇപ്പോൾ നമുക്ക് 6, 7, 8 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ടൈമിലോട്ട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആ ഒരു സെലക്റ്റിൽ തന്നെ നമ്മൾ ലോങ് പ്രസ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തൊട്ട് ഇപ്പുറയായിട്ടുള്ള പോർഷൻ നമുക്ക് എനേബിൾ ആയി കിട്ടി. ഇപ്പോൾ അത് 19, 20, 21 അങ്ങനെ നമുക്ക് ആ ഒരു ടൈം അനുസരിച്ച് നമുക്ക് ചേഞ്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ആ ഒരു സ്വിച്ചിൽ വീണ്ടും ഒന്നും ലോങ് പ്രസ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ AM PM നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. സോ ആ ഒരു AM PM ആയി കഴിഞ്ഞിട്ട് താക്കോല് കാര്യങ്ങൾ ഓഫ് ചെയ്യരുത്. അതിനു മുമ്പ് തന്നെ ആ ഒരു ലോങ് പ്രസ് കാര്യങ്ങൾ ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് മാറുകയുണ്ടാവും. അപ്പോൾ അത് സേവായി ടൈം കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള പ്രോസസ്സ് കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജൂപ്പിറ്റർ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ടൈം കാര്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ വഴിയൊക്കെ യൂസ്ഫുൾ ആവും വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം ഇൻക്ലൂഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ കാണുന്നതിന് ശേഷം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ, ബൈ.